Next is the choice of average flux density in the air gap, B average. അപ്പോൾ അവിടെ ആ ടേംസ് ബി ആവറേജും എ സി എല്ലാം ഉണ്ട്. മറ്റ് മെഷീനിൽ ഉള്ളതുപോലെ തന്നെ സിംഗിൾസ് മെഷീനിലും ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇവിടെയും ബി ആവറേജ് എന്ത് ആയണം ഫിക്സ് ചെയ്യേണ്ടത്, അതുപോലെ എ സി. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ചോയ്സ് ഓഫ് ബി ആവറേജ് or choice of the average flux density in the air gap, or choice of this is the specific magnetic loading, the specific magnetic loading, B average is the specific magnetic loading. അപ്പോൾ അത് എന്തൊക്കെ ഫാക്ടേഴ്സാണ് അത് ഫിക്സ് ചെയ്യുന്നതിന് നമ്മൾ കണക്കിലെടുക്കേണ്ടത്? ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ദി ചോയ്സ് ഓഫ് ബി ആവറേജ് ഇൻ ദി കേസ് ഓഫ് ഡി സി മെഷീൻ ആർ എന്തൊക്കെയാണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ടീത്ത്, ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ കണക്കിലെടുക്കണം. ഫസ്റ്റ് ഫാക്ടർ ഈസ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ടീത്ത്. ആർമച്ചർ ആകുമ്പോൾ സ്ലോട്ടഡ് ആണ്, ടൂത്ത് സ്ലോട്ട് അങ്ങനെ ഉണ്ട്. ഇഫ് എ ഹൈ വാല്യൂ ഓഫ് ബി ആവറേജ് is selected for the air gap, then the flux density in the armature teeth also becomes high. The flux density in the air gap, B average, must be such that the flux density at the root of the tooth, where the width is minimum, must not exceed 2.2 Weber per meter square is the saturation flux density. Otherwise, the MM required for the teeth would become excessively large, which results in higher copper loss and higher cost of copper. The iron losses also increase due to high flux density in the iron parts. അപ്പോൾ ഡി സി മെഷീൻ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെയാണല്ലോ സ്ട്രക്ചർ വരുന്നത്. പോൾസ് സ്റ്റേറ്ററിൽ യോക്കിൽ ഘടിപ്പിച്ചിരിക്കും, പിന്നെ ആർമച്ചർ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പാരലൽ സൈഡ് സ്ലോട്ട്സ് ആണ്. സ്ലോട്ട്സ് പാരലൽ അതിൻ്റെ സൈഡ് പാരലൽ സൈഡാണ്, ഒരേ വിഡ്ത്താണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ഈ റൂട്ടിൽ ഈ ഭാഗത്ത് വിഡ്ത്ത് കുറവാണ്, ഇപ്പോൾ ടേപ്പേഡ്. അപ്പോൾ ടൂത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ പോകും. ഒരേപോലുള്ള സ്ലോട്ട്സ് ആയിരിക്കും, ഒരേ വിഡ്ത്തായിരിക്കും മുകളിൽ നിന്ന് താഴെ വരെ സ്ലോട്ട്സ്. പക്ഷേ നമ്മൾ ടൂത്ത് എടുക്കുകയാണെങ്കിൽ മുകളിൽ വിഡ്ത്ത് കൂടുതലും താഴെ വിഡ്ത്ത് അതിൻ്റെ റൂട്ടിൽ വിഡ്ത്ത് കുറവായിരിക്കും, അതുകൊണ്ട് ഈ പോർഷനിൽ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫ്ലക്സ്, ഒരു പർട്ടിക്കുലർ ഫ്ലക്സ് ഇതുവഴി പോകുന്നു. ഫ്ലക്സ് ഡെൻസിറ്റി എന്തായിരിക്കും? ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഇവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി നോർമലാണെങ്കിൽ തന്നെയും ഇവിടെ വരുമ്പോഴത്തേക്ക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടും. അപ്പോൾ ഒരു ഭാഗത്തെയും ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റിയിൽ അപ്പുറം പോകാൻ പാടില്ല. നമ്മുടെ ബി എച്ച് കർവ് ഇതാണ്, ബി വെബർ പെർ മീറ്റർ സ്ക്വയറിൻ്റെ എച്ച്. അപ്പോൾ ഇവിടെ താഴെയാണെങ്കിലും പക്ഷേ ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ വെച്ചായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ ചോദിക്കും ഇവിടെ ഡിസൈൻ ചെയ്താൽ എന്താണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഒരുപാട് കുറവ്. ഫ്ലക്സ് ഡെൻസിറ്റി ഒരുപാട് കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ വലിപ്പം ഭയങ്കരമായിരിക്കും. നമുക്ക് വളരെ വലിപ്പത്തിലുള്ളൊരു മെഷീൻ ഉണ്ടാക്കി കൊടുത്താൽ നമുക്കത് കോമ്പറ്റീറ്റീവ് ആയിരിക്കത്തില്ല. പ്രൈസ് ആദായകരമാക്കി നമുക്ക് പ്രോഡക്റ്റ് പുറത്തിറക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫ്ലക്സ് ഡെൻസിറ്റി ഉപയോഗിക്കാവുന്നതിൻ്റെ പരമാവധി ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഉപയോഗിക്കണം. എന്നെങ്കിൽ മാത്രമേ മെഷീൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റൂ. അങ്ങനെ മെഷീൻ്റെ സൈസ് കുറയ്ക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഫ്ലക്സ് ഡെൻസിറ്റി നമ്മളെപ്പോഴും ഈ ഒരു ബി എച്ച് കർവിൻ്റെ ആ നീ പോർഷനിൽ വെച്ചായിരിക്കും. പക്ഷെ അങ്ങനെ ആവുമ്പോൾ കെയർ ഷുഡ് ബി ടേക്കൺ ടു സീ ദാറ്റ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഹിയർ ദ റൂട്ട് മസ്റ്റ് നോട്ട് എക്സീഡ് ദ അലോബിൾ ലിമിറ്റ്.
അപ്പോൾ ആ രീതിയിൽ ബി ആവറേജ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി കുഴപ്പമില്ലെങ്കിലും ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി എടുക്കുമ്പോൾ ഇഞ്ഞായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് സാച്ചുറേഷനാണ്, ഒരുപാട് സാച്ചുറേഷൻ ആയിപ്പോയി. അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫ്ലക്സ് ഡെൻസിറ്റി കൂടുമ്പോഴേ ഉള്ള കുഴപ്പങ്ങൾ ഇവിടെ പറയുന്നുണ്ടല്ലോ. അത് വൈബ്രേഷൻ കാണും, ടീത്ത് കാണും, പിന്നെ ഇവിടെ എക്സസീവ് അയൺ ലോസ് കാണും. ആ പോർഷനിലെ ദ സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി ദ റൂട്ട് ഓഫ് ദ ടീത്ത് must not be greater than exceed about 2.2 Wb/m². സാച്ചുറേഷൻ ഫ്ലക്സ് ഡെൻസിറ്റി ഇത് നല്ല ഹൈ ക്വാളിറ്റി സ്റ്റീലാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്ലക്സ് ഡെൻസിറ്റിയാണ് ഇത്രയും, അല്ലെങ്കിൽ ഇതിലും കുറവായിരിക്കും. ഈ സ്റ്റീലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഈ ഫ്ലക്സ് ഡെൻസിറ്റി ലിമിറ്റ്. അപ്പം അതർവൈസ് ദി MMF required for the teeth would become excessively large. സാച്ചുറേഷൻ ആയിക്കഴിഞ്ഞാൽ ദി ടീത്ത് പോർഷൻ വിൽ ഓഫർ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ കണ്ടു അപ്പാരൻ്റ് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് റിയൽ ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ അവിടെ ടൂത്ത് സാച്ചുറേറ്റഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ റിലക്റ്റൻസ് കാര്യമായിട്ട് വരും. അപ്പോൾ സ്ലോട്ടിൽ കൂടെ കുറച്ച് ഫ്ലക്സ് പോവും, ഇറങ്ങി പോവും. അതുകൂടാതെ തന്നെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുമ്പോഴേ ഹയർ കറണ്ട് കൂടുതലെടുക്കും, ഹയർ കോപ്പർ ലോസ് കൂടും. അതുകൂടാതെ തന്നെ ഹയർ അയൺ ലോസ്. ദി അയൺ ലോസസ് ഓൾസോ ഇൻക്രീസസ്. ഹിസ്റ്ററിസിസ് ആൻഡ് എഡീകറന്റ് ലോസസ്. Hysteresis and eddy-current losses will increase. DC മെഷീൻ അല്ലേ. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററിസിസ് ലോസ് എങ്ങനെയാണ് വരുന്നതെന്ന് ചിലപ്പോൾ ഒരു വേള സംശയിക്കും. ഹിസ്റ്ററിസിസ് ലോസ് എങ്ങനെയാണ് ഇവിടെ വരുന്നത്? DC മെഷീനാണ്. DC ആണല്ലോ. അപ്പോൾ എന്താ സംഭവിക്കും? ഇവിടെ മെഷീൻ്റെ ഈ ഭാഗം ആദ്യം നോർത്ത് പോൾ ആണെന്നുണ്ടെങ്കിൽ പിന്നെ കറങ്ങി ഇവിടെ വരുമ്പോഴും ഇവിടെ സൗത്ത് പോളായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോർത്ത് പോളിൻ്റെ അടിയിലായി ഈ ഭാഗം. ഇവിടെ വരുമ്പോഴത് സൗത്ത് പോളിൻ്റെ അടിയിൽ വരും. വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്ക് നോർത്ത് പോളാകും. വീണ്ടും ഇവിടെ വരുമ്പോഴത്തേക്ക് സൗത്ത് പോളാകും. അപ്പം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ്, പിന്നെ പോസിറ്റീവ്, പിന്നെ നെഗറ്റീവ്. അങ്ങനെ ഒരു റെവല്യൂഷൻ തന്നെ 2 സൈക്കിൾസ് ഓഫ് മാഗ്നറ്റൈസേഷൻ അണ്ടർഗോ ചെയ്യുന്നുണ്ട്. അപ്പം 2 സൈക്കിൾസ് ഓഫ് മാഗ്നറ്റൈസേഷൻ, പോസിറ്റീവ് മാഗ്നറ്റൈസേഷൻ, പിന്നെ നെഗറ്റീവ് മാഗ്നറ്റൈസേഷൻ, പിന്നെ വീണ്ടും ഇങ്ങനെ. അപ്പം ഇത് ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ആകുമ്പോൾ ഒരു ഹിസ്റ്ററിസിസ് ലൂപ്പ് ട്രാവേഴ്സ് ചെയ്യും. അപ്പം വെൻ എ മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു ഓൾട്ടർനേറ്റ് സൈക്കിൾസ് ഓഫ് മാഗ്നറ്റൈസേഷൻ, ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ആ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ഓഫ് മാഗ്നറ്റൈസേഷനിൽ കൂടെ നമ്മൾ കടത്തിവിടുകയാണെങ്കിൽ അത് ഇവിടെ ഹിസ്റ്ററിസിസ് ലോസ്, ആ ഭാഗം ചൂടാകും. അങ്ങനെ ചൂടാകുന്ന ലോസ് സംഭവിക്കുന്നതുകൊണ്ട് ആ ഭാഗം ചൂടാകുന്നു. സോ ബിക്കോസ് ഓഫ് മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് ദ അയൺ പോർഷൻ ഗെറ്റ് ഹീറ്റഡ് ബിക്കോസ് ഓഫ് ഹിസ്റ്ററിസിസ് ലോസ്. ഹിസ്റ്ററിസിസ് ലോസിൻ്റെ എക്സ്പ്രഷൻ നോക്കിയാൽ Bmax raised to 1.6. The hysteresis loss is eta Bmax raised to 1.6 into FV. അപ്പം ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്ലക്സ് ഡെൻസിറ്റി raised to 1.6. ആ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുമ്പോഴത്തേക്ക് ഹിസ്റ്ററിസിസ് ലോസ് കൂടും. അതേപോലെ എഡീകറന്റ് ലോസ് ഇസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി. എല്ലാം പറഞ്ഞു തന്നുള്ളതാണ്. അപ്പോൾ അത് ഫ്ലക്സ് ഡെൻസിറ്റി കൂടാൻ പാടില്ല. ഇനി what about the frequency? Another thing is we are discussing about how to select the B average, specific magnetic loading. First depends upon the flux density in the teeth. We have to consider the flux density in the teeth. It should not result in a situation which leads to saturation of the teeth. അപ്പോൾ അത് ഉണ്ടാവാൻ പാടില്ല. ഫ്രീക്വൻസി അതെന്താണ്? when the machine rotates, the armature alternately comes under the influence of north and south poles. അതിപ്പോൾ ഞാൻ പറഞ്ഞത് നോർത്ത് പോൾ സൗത്ത് പോളിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ കടന്നു പോകും. ദ ഫ്രീക്വൻസി ഓഫ് ഫ്ലക്സ് റിവേഴ്സൽസ്. അപ്പോൾ ഫ്ലക്സ് റിവേഴ്സലിൻ്റെ ഫ്രീക്വൻസി എന്താണ്? ഫ്ലക്സ് റിവേഴ്സ് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി ആണല്ലോ Pn/120. എപ്പോഴും ഫ്രീക്വൻസി എന്ന് പറയുന്നത് Pn/120 ആണ്. ബട്ട് നമ്പർ ഓഫ് പോൾസ് ഇൻറ്റു റെവല്യൂഷൻസ് പെർ മിനിറ്റ് ഡിവൈഡ് ബൈ 120. The frequency of
ഫ്ലക്സ് റിവേഴ്സൽസ്. ഇത് തന്നെയാണ് നമ്മൾ ഈ ആർമച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യുന്നത്. ഇത് കറങ്ങുമ്പോഴേ ഇവിടെ നമ്മൾ കോയിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ നമ്മൾ കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട് ഈ സ്ലോട്ടുകളിൽ. അപ്പോൾ ഇത് കറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റിയുടെ ഫ്രീക്വൻസി, കറണ്ടിൻ്റെ ഫ്രീക്വൻസി, ആ ഫ്രീക്വൻസി ഇതാണല്ലോ, F=Pn/120. ഡി സി മെഷീനാണെങ്കിലും ഇതിനകത്ത് ആർമച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി, കറണ്ട് എന്ന് പറയുന്നത് എ സിയാണ്. ഡി സി മെഷീനാണെങ്കിലും ആർമച്ചറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന വോൾട്ടേജ്, കറണ്ടിൻ്റെയൊക്കെ ഫ്രീക്വൻസി അത് എ സിയാണ്. അതിൻ്റെ ഫ്രീക്വൻസി F=Pn/120. അകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നത് എ സിയാണ്, പക്ഷെ പുറത്ത് കിട്ടുന്നത് ഡി സി ആണ്. അത് ഡി സി മെഷീൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫോർ ദാറ്റ് പർപ്പസ് ദ കമ്മ്യൂട്ടേറ്റർ ഈസ് പ്രൊവൈഡഡ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ കമ്മ്യൂട്ടേറ്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ പിന്നെ നമ്മൾ പുറത്തോട്ട് കറണ്ട് എടുക്കാനായിട്ട് സ്റ്റേഷനറി ബ്രഷസ് ഉണ്ട്. ബ്രഷ് വഴിയായിട്ട്, കമ്മ്യൂട്ടേറ്റർ വഴി ബ്രഷ് വഴിയായിട്ട് അവൻ പുറത്ത് വരുമ്പോഴത്തേക്ക് ഡി സി കിട്ടും. അപ്പോൾ ഡി സി ആണെങ്കിലും അകത്ത് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് എ സി ആണെന്നുള്ള കാര്യം വിസ്മരിക്കരുത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ ഫ്രീക്വൻസി, ദ ഫ്രീക്വൻസി ഓഫ് ഫ്ലക്സ് റിവേഴ്സൽസ് ഈസ് F=Pn/120 എന്നുള്ളത് n/60 പകരം സ്മോൾ n ഇട്ടു, n/60 പകരം സ്മോൾ n ഇട്ടു. അപ്പോൾ അത് Pn/2 ആയിട്ട് കുറയും, ആകും. F=P×n/2, where n is the speed in revolutions per second. When this frequency is high, ഇത് കൂടിയിരുന്നാൽ the iron losses in the armature core and teeth would be high. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ. സിൻസ് ഹിസ്റ്ററിസിസ് ലോസ് ഈസ് പ്രൊപ്പോർഷണൽ ടു Bmax raised to 1.6 × F/V watt, and the eddy current loss WE is proportional to Bmax square F² T² V എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. ഇസ് പ്രൊപ്പോർഷണൽ ടു, ഇവിടെ ഫ്ലക്സ് ഡെൻസിറ്റി എഫ് ആണ്, വേരിയബിൾ ക്വാണ്ടിറ്റി എന്നുള്ളത് കൊണ്ട് അത് മാത്രമേ എടുത്തുള്ളൂ, പ്രൊപ്പോർഷണലായിട്ട് കാണിച്ചിരിക്കുക. അപ്പോൾ അയൺ ലോസ് കൂടും, ഫ്രീക്വൻസി കൂടുമ്പോൾ. ഹെൻസ് ഹൈ വാല്യൂ ഓഫ് ബി ആവറേജ് ഈസ് നോട്ട് അഡ്വൈസബിൾ വിച്ച് ഹാവ് എ ഹൈ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി കൂടുതലുള്ള, അതായത് ഫ്രീക്വൻസി എങ്ങനെ കൂടും? ഫ്രീക്വൻസി കൂടുന്നതെന്ന് പറഞ്ഞാൽ സ്പീഡ് കൂടും. ഫ്രീക്വൻസി Pn/120. അപ്പോൾ സ്പീഡ് കൂടുതലുള്ള മെഷീനാണെങ്കിൽ, when the speed is more, in the case of machines having high speed, ഫ്രീക്വൻസി സ്വാഭാവികമായിട്ടും കൂടിയിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഫ്രീക്വൻസി കൂടിയിരിക്കുമ്പോഴത്തെ അയൺ ലോസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ അയൺ ലോസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലക്സ് ഡെൻസിറ്റി നമുക്ക് കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്പീഡ് കൂടിയ മെഷീനാണെങ്കിൽ ഫ്ലക്സ് ഡെൻസിറ്റി കുറച്ച് വെക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യം ഓർമ്മയിരിക്കണം. സ്പീഡ് കൂടിയ മെഷീനാണെങ്കിൽ ആദ്യം ബി ആവറേജ് കൂട്ടണ്ട, നമ്മൾ ബി ആവറേജ് നിന്ന് കുറച്ച് കൊടുക്കേണ്ടി വരും. സോ ഹെൻസ് ഹൈ വാല്യൂ ഓഫ് ബി ആവറേജ് ഈസ് നോട്ട് അഡ്വൈസബിൾ വിച്ച് ഹാവ് എ ഹൈ ഫ്രീക്വൻസി ഇൻ സൈസ് ഓഫ് ദ മെഷീൻ. മൂന്നാമത്തെ പോയിൻ്റ്, ഇറ്റ് ഈസ് പോസിബിൾ ടു യൂസ് ഹയർ വാല്യൂസ് ഓഫ് ബി ആവറേജ് ആസ് ദ സൈസ് ഓഫ് ദ മെഷീൻ ഇൻക്രീസസ്. അപ്പം it is possible to use higher values of B average, specific magnetic loading, as the size of the machine increases. മെഷീൻ്റെ സൈസ് വലുതാവുന്നതനുസരിച്ച് കുറച്ച് വലിയ വാല്യൂ നമുക്ക് ഉപയോഗിക്കാം. ആസ് ദി ഡയമീറ്റർ ഡി ഓഫ് ദ മെഷീൻ ഇൻക്രീസസ്, the width of the tooth also increases, permitting an increased value of flux density without causing saturation in the machine. അതായത് മെഷീൻ്റെ ഡയമീറ്റർ കൂടുമ്പോഴത്തേക്ക് നോക്കണം. മെഷീൻ്റെ ഡയമീറ്റർ കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മെഷീൻ്റെ ഡയമീറ്റർ വലുതാണെങ്കിൽ മെഷീൻ്റെ ഡയമീറ്റർ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ സൈസ് കൂടും. ചെറിയ ഡയമീറ്ററുള്ള മെഷീനാണെങ്കിൽ ചെറിയ ടൂത്തായിരിക്കും, ചെറിയ ടീത്തുകളായിരിക്കും. വലിയ ഡയമീറ്ററുള്ള മെഷീനാണെന്നുണ്ടെങ്കിൽ മെഷീൻ്റെ ഡയമീറ്റർ വലുതാണെങ്കിൽ കുറച്ച് വലിയ ടീത്തായിരിക്കും, പല്ലുകൾ വലിയ വിഡ്ത്തുള്ളതായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ഹയർ വാല്യൂസ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഉപയോഗിക്കാം. അപ്പോൾ റിലേറ്റീവ്ലി ഹയർ വാല്യൂസ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി would be employed. The value of B average
വേരീസ് ഫ്രം 0.4 to 0.8 വെബർ പെർ മീറ്റർ സ്ക്വയർ. അപ്പം സ്പെസിഫിക് മാഗ്നറ്റിക് ലോഡിംഗ് ബി ആവറേജ് വേരീസ് ഫ്രം 0.4 to 0.8 വെബർ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഡി സി മെഷീൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോണം, 0.4 മുതൽ 0.8 വെബർ പെർ മീറ്റർ സ്ക്വയറാണ് ഇൻ മെജോറിറ്റി ഓഫ് കേസസ്. അപ്പം ഭൂരിഭാഗം കേസുകളിലും ഡിസൈൻ പ്രോബ്ലത്തിൽ ഈ ബി ആവറേജൊക്കെ തരും. പക്ഷെ അപൂർവം കേസുകളിൽ ചിലപ്പോൾ നമ്മളത് അസ്യൂം ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് ഒരു റീസണബിൾ വാല്യൂ, അപ്പോൾ ഈ റേഞ്ചിനുള്ള ഒരു വാല്യൂ നിങ്ങൾ അസ്യൂം ചെയ്യണം. ഇതിൻ്റെ ഒരു മിഡിൽ വാല്യൂ 0.5 ആ ഒരു രീതിയിൽ അസ്യൂം ചെയ്യാനാകുക. അല്ലാതെ ഈസ് ഈക്വൽ ടു 1 വെബർ പെർ മീറ്റർ സ്ക്വയർ ഈക്വൽ ടു 0.2 വെബർ പെർ മീറ്റർ സ്ക്വയർ, അങ്ങനെ നമ്മുടെ ഈ ഒരു കൺസിഡർ ചെയ്ത ഫാക്ടേഴ്സുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു വാല്യൂ സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാകണം. അപ്പോൾ അത് ആ ഫാക്ടേഴ്സ് ഇതെല്ലാ മെഷീൻസിൻ്റെയും കാര്യത്തിൽ ആപ്ലിക്കബിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ശ്രദ്ധ വെച്ച് പല തവണയായിട്ട് നിങ്ങളത് പഠിക്കണം, മെമ്മറൈസ് ചെയ്യണം. ഓക്കെ.